തന്നിരിക്കുന്നത് എന്താണ്? ഇതൊരു an plus 2 minus 4an plus 1 plus 3an is equal to minus 200 എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ ഹോമോജനസ് പാർട്ട് സോൾവ് ചെയ്യണം. അപ്പോൾ ഹോമോജനസ് പാർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? an plus 2 minus 4an plus 1 plus 3an is equal to 0 വരാം. ഓക്കെ, അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ഇത് സോൾവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിൻ്റെ കറസ്പോണ്ടിങ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വേണം. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്താ വരിക? ആർ സ്ക്വയർ മൈനസ് 4r പ്ലസ് 3 ഇസ് ഈക്വൽ ടു 0 അല്ലേ? സോ വി വോണ്ട് ടു സോൾവ് ദിസ് നൗ. അപ്പോൾ നമുക്ക് നോക്കാം. ആർ സ്ക്വയർ മൈനസ് 4r പ്ലസ് 3 ഇസ് ഈക്വൽ ടു 0. I can write this is r square minus 3r minus r plus minus 3 into minus 1 is equal to 0. So this is r into r minus 3 minus 1 into r minus 3 equal to 0. That is r minus 1 into r minus 3 equal to 0. So r is equal to 1, 3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഹോമോജനസ് സൊല്യൂഷൻ എങ്ങനെ എഴുതാം? an to the power h എന്ന് പറയുന്നത് എന്താണ്? That is a into 1 to the power n plus b into 3 to the power n അല്ലേ? ഇതാണ് നമ്മുടെ ഹോമോജനസ് സൊല്യൂഷൻ. ഇനി നമുക്ക് എന്താ വേണ്ടത്? പെർട്ടിക്കുലർ സൊല്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. സോ പെർട്ടിക്കുലർ സൊല്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ നോൺ ഹോമോജനസ് പാർട്ട് എന്താണ് ഇതിനകത്തുള്ളത്? നോൺ ഹോമോജനസ് പാർട്ട് എന്ന് പറയുന്നത് -200 അല്ലേ? ഇതാണ് നമ്മുടെ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഉണ്ടാകുന്ന കോൺസ്റ്റന്റ്. സോ കറസ്പോണ്ടിങ്ലി വി ആർ അസ്യൂമിങ് ദി പെർട്ടിക്കുലർ സൊല്യൂഷൻ ടു ബി c, where c is a constant. അപ്പോൾ ഈ c എന്ന് പറയുന്ന കോൺസ്റ്റന്റ് എന്താണെന്ന് നമുക്ക് നോക്കിയാൽ മതി. അപ്പോൾ c സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഐ എം ഗോയിങ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് ടു ദി റെക്കറൻസ് റിലേഷൻ. റെക്കറൻസ് റിലേഷൻ എന്തായിരുന്നു നമുക്ക് തന്നിരുന്ന റെക്കറൻസ് റിലേഷൻ? an plus 2 minus 4an plus 1 പ്ലസ് 3an എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഇസ് -200 അല്ലേ? സോ ഇതിലേക്ക് ഈ സീനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ആർ ഗെറ്റിംഗ് c മൈനസ് 4c പ്ലസ് 3c ഇസ് ഈക്വൽ ടു -200. അപ്പം നമുക്ക് എന്താ കിട്ടുന്നത്? ദിസ് വിൽ ബി 0 ഇസ് ഈക്വൽ ടു -200 എന്ന് കിട്ടും, വിച്ച് ഇസ് എ കോൺട്രഡിക്ഷൻ അല്ലേ? അപ്പോൾ 0 ഇസ് ഈക്വൽ ടു -200 എന്നുള്ളത് സാറ്റിസ്ഫൈ ചെയ്യുമോ? ഇല്ല. അപ്പോൾ നമുക്ക് എന്താ പറയുക? നമ്മളിപ്പോൾ എടുത്തേക്കുന്ന ഈ ഒരു പെർട്ടിക്കുലർ സൊല്യൂഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് കിട്ടി. സോ നൗ വി ക്യാൻ ടേക്ക് അനദർ സൊല്യൂഷൻ. സോ സപ്പോസ് ANP ഇസ് ഈക്വൽ ടു PN plus Q. ഞാൻ PN plus Q എന്നുള്ളൊരു ഫോമിൽ എടുത്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നേക്കുന്ന സൊല്യൂഷൻ എന്തായിരുന്നു? നമുക്ക് തന്നേക്കുന്ന റെക്കറൻസ് റിലേഷൻ എന്തായിരുന്നു? ഇറ്റ് വാസ് an plus 2 minus 4an plus 1 plus 3an is equal to -200 അല്ലേ? സോ നമുക്കിപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യാം? ഇത് ഈ ഒരു വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ആർ ഗെറ്റിംഗ് p into n plus 2 plus q വരും, മൈനസ് 4 into p into n plus 1 plus q plus 3 into pn plus q. This is equal to -200 എന്ന് കിട്ടും അല്ലേ? സോ ലെറ്റ്സ് സീ. ദിസ് ഈസ് ഗിവിങ് അസ്, നമുക്ക് ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യാം. സോ ദിസ് ഈസ് np plus 2p plus q മൈനസ് 4 into np plus p plus q plus 3np plus 3q is equal to -200 എന്ന് കിട്ടും. ദാറ്റ് ഈസ് np plus 2p minus q minus 4np minus 4p minus 4q plus 3np plus 3q is equal to -200 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ പിയുടെ മറ്റേ എൻ പി ടേംസ് എല്ലാം ഞാൻ ഒരുമിച്ച് എഴുതാണ്. സോ ഐ എം ഹാവിങ് എൻ പി. ഇവിടെ എൻ പിയുടെ ടേംസ് ഏതൊക്കെയാണ്? ദിസ് ഇസ് എൻ പി ഇസ് ദർ -4np plus 3np ഉണ്ട് അല്ലേ? സോ ഐ ഹാവ് -4np plus 3np പ്ലസ് പി മാത്രമുള്ള ടേംസ് എന്ന് പറയുമ്പോൾ 2p -4p
2pn minus 4p. So I have 2p minus 4p. ഇനി ക്യൂവിൻ്റെ ടേംസ് മൈനസ് ക്യൂ മൈനസ് 4q പ്ലസ് 3q. സോ ഇറ്റ് ഈസ് മൈനസ് ക്യൂ മൈനസ് 4q പ്ലസ് 3q. ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് 200 എന്ന് കിട്ടി. ഓക്കെ, ഇപ്പം നമുക്കിവിടെ എന്താ വരിക? ദിസ് ഈസ് നോക്കിയേ, എൻ പി പ്ലസ് 3np എന്ന് പറയുന്നത് 4np ആണ്. മൈനസ് 4np ഇസ് 0. സോ ദിസ് ടേം ഇസ് 0. ബാക്കി എന്താ വരിക? 2p മൈനസ് 4p, ദാറ്റ് ഈസ് മൈനസ് 2p പ്ലസ് minus 5q plus 3q minus 2q. So I'm just gonna minus 2q is equal to minus 200 no. Okay, so minus 2 into p plus q is equal to minus 200. p plus q എന്താണ് കിട്ടി? 100 ആണെന്ന് കിട്ടി. So we have obtained that p plus q is equal to 100. Okay, so ഇവിടെ p plus q എന്ന് പറയുന്നത് ഇത് ആർബിട്രറി ആണല്ലോ, അപ്പോൾ കംപ്ലീറ്റ്ലി ആർബിട്രറി ആണ്. സോ ഏതൊരു എന്താ പറയുക ഒരു പെർട്ടിക്കുലർ സൊല്യൂഷൻ, എനി എക്സ്പ്രഷൻ ഓഫ് ദ ഫോം പി എൻ പ്ലസ് ക്യൂ വിൽ സാറ്റിസ്ഫൈ ദിസ് റെക്കറൻസ് റിലേഷൻ ഇഫ് പി പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു 100. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു പെർട്ടിക്കുലർ കേസ് എടുക്കാം. സോ ഐ ആം അസ്യൂമിങ് ദാറ്റ് ക്യൂ ഇസ് ഈക്വൽ ടു 0. ക്യൂ ഈക്വൽ ടു 0 ആകുമ്പോൾ നമ്മുടെ എ എൻ പി എന്ന് പറയുന്നത് എന്ത് വരും? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് പി എൻ എന്ന് കിട്ടും. സോ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ പെർട്ടിക്കുലർ സൊല്യൂഷൻ പി എൻ ആണെന്ന് കിട്ടി. അപ്പോൾ ക്യൂ 0 ആകുമ്പോൾ പി എന്ന് പറയുന്നത് 100 ആണ് അല്ലേ? ദെർഫോർ എ എൻ പി ഇസ് 100n. അപ്പോൾ നമ്മൾ ഈ 100n എന്ന് പറയുന്നത് എടുത്തു. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജനറൽ സൊല്യൂഷൻ എന്താണ്? എ എൻ ഇസ് ഈക്വൽ ടു എ എൻ എച്ച് പ്ലസ് എ എൻ പി അല്ലേ? സോ ദിസ് ഇസ് ഈക്വൽ ടു a into 1 to the power n now, so that is a itself, b into 3 power n plus 100n എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം? നമുക്കതിൻ്റെ പെർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കണം, അതായത് ഇതിൻ്റെ പെർട്ടിക്കുലർ കേസ്. സോ വി വോണ്ട് ടു യൂസ് ദി ഗിവൺ ഇനിഷ്യൽ കണ്ടീഷൻസ്. സോ ഇനിഷ്യൽ കണ്ടീഷൻ എന്താ തന്നേക്കുന്നത്? ഇറ്റ് വാസ് ഗിവൺ it was given that a0 is equal to 3000 and a1 is equal to 3300 എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ a0 3000 ആണ്, a1 3300 ആണ്. ആൻഡ് നമ്മുടെ ഫങ്ഷൻ എന്തായിരുന്നു? എ എൻ എന്തായിരുന്നു? എ പ്ലസ് ബി ഇൻറ്റു 3 പവർ n പ്ലസ് 100n ആയിരുന്നു അല്ലേ? സോ ഐ എം ടേക്കിംഗ് a0, ദാറ്റ് ഈസ് n ഇസ് ഈക്വൽ ടു 0. അപ്പോൾ n ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ a0 എന്താ വരിക? ദിസ് ഈസ് a പ്ലസ് b ഇൻറ്റു 3 പവർ 0 പ്ലസ് 100 ഇൻറ്റു 0. സോ ദിസ് ഈസ് ഈക്വൽ ടു a പ്ലസ് b ഇസ് ഈക്വൽ ടു 3000 എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. a പ്ലസ് b ഇസ് ഈക്വൽ ടു 3000. വാട്ട് അബൌട്ട് വെൻ n ഇസ് ഈക്വൽ ടു 1? a1 എന്താ വരിക? ദാറ്റ് ഈസ് a പ്ലസ് b ഇൻറ്റു 3 പ്ലസ് 100 ഇൻറ്റു 1 എന്ന് വരും. സോ ദിസ് ഈസ് a പ്ലസ് 3b പ്ലസ് 100 അല്ലേ? സോ a പ്ലസ് 3b പ്ലസ് 100 എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് 3300. സോ a പ്ലസ് 3b എന്ന് പറയുന്നത് എന്തായി? ദാറ്റ് ഈസ് 3200 ആയി. ഓക്കെ, സോ ദിസ് ഈസ് അവർ സെക്കൻഡ് ഇക്വേഷൻ. സോ ലെറ്റ് മീ ജസ്റ്റ് റൈറ്റ് ദിസ്. ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? a പ്ലസ് b ഇസ് ഈക്വൽ ടു 3000 ആയിരുന്നു. സെക്കൻഡ് ഇക്വേഷനോ a പ്ലസ് 3b ഇസ് ഈക്വൽ ടു 3200 ആയിരുന്നു. ഐ എം ഗോയിങ് ടു സബ്ട്രാക്ട് ദീസ് ടു. അപ്പോൾ രണ്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താ വരിക? a മൈനസ് എ പ്ലസ് ബി മൈനസ് 3b ഇസ് ഈക്വൽ ടു 3000 മൈനസ് 3200 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? മൈനസ് 2b ഇസ് ഈക്വൽ ടു മൈനസ് 200 എന്ന് വന്നു. ദാറ്റ് ഈസ് b ഇസ് ഈക്വൽ ടു 100. അപ്പോൾ b എന്ന് പറയുന്നത് 100 ആണെന്ന് കിട്ടി. b 100 ആണെങ്കിൽ കറസ്പോണ്ടിംഗ്ലി a എന്ത് വരും? a എന്ന് പറയുന്നത് എന്താണ്? 3000 മൈനസ് 100 അല്ലേ? സോ ഇറ്റ് ഇസ് 2900 എന്ന് കിട്ടി. സോ നമുക്ക് നമ്മുടെ സൊല്യൂഷൻ എങ്ങനെ എഴുതാം? a n is equal to 2900 plus 100 into 3 power n plus 100n എന്ന് കിട്ടും. This is the final answer.
ഓക്കെ.